nothing and no one can ever give you back what you lost. We cannot replace what you lost. But these houses, which will be your new homes, will hopefully give you some sense of shelter, safety and comfort. And they are our way of trying to say that we are with you and we stand with you throughout your struggle to stand on your feet again, until each one of you has rebuilt a life for yourselves and has been able to move on from this terrible tragedy. ആ മഹാദുരന്തം നടന്ന് 2 വർഷമാകുമ്പോഴേക്കും അവർ പുതിയ വീടുകളിലേക്ക് ചേക്കേറി. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ വീടൊരുക്കിയാണ് മുസ്ലിം ലീഗ് ദുരിതബാധിതരെ ചേർത്ത് നിർത്തുന്നത്. അനാഥത്വം ഉള്ളവരാണ്. പക്ഷേ നിങ്ങൾക്കെല്ലാം ഇന്ന് ബന്ധുക്കൾ ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. ഒരുപാട് ബന്ധുക്കളാണ് നിങ്ങൾക്ക്. ഇവിടെ 100 വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും 500 ബന്ധുക്കളാണ്. ഒരു വീട്ടിൽ നിന്ന് 5 ആളുണ്ടെങ്കിൽ 500 ബന്ധുക്കളെയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ളത്. ഇവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മതമൊന്നും ചോദിക്കുന്നില്ല, ജാതി ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് എന്താണോ ആവശ്യം, നിങ്ങൾ ഒരു വലിയ അപകടത്തെ തരണം ചെയ്ത് വന്നിട്ടുള്ളവരാണ്. നിങ്ങൾ ഓരോരുത്തരും സഹായം അർഹിക്കുന്നവരാണ്. അതാണ് ഞങ്ങൾ ഏറ്റവും ഏറെ വില കൽപ്പിച്ചിട്ടുള്ളത്. 8 സെന്റിൽ 3 കിടപ്പുമുറികൾ ഉൾപ്പെടുന്നതാണ് വീട്. ആവശ്യാനുസരണം മുകളിലേക്ക് ഉയർത്താനാവുന്ന രീതിയിലാണ് വീട് പണിതിരിക്കുന്നത്. ഇന്ന് താക്കോൽ വാങ്ങിച്ച എല്ലാവർക്കും വീടിന്റെ രേഖകളും കൈമാറി. ശേഷിക്കുന്ന വീടുകളുടെ നിർമ്മാണം മെയ് 31-നകം പൂർത്തിയാകും. മുസ്ലിം ലീഗിന്റെ വീടുകൾ അതിവേഗത്തിൽ പൂർത്തിയായതിൽ സന്തോഷമുണ്ടെന്ന് വയനാട് MP പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. I am very, very happy to see that 51 houses here are complete in this very beautiful and scenic location. I believe 54 more houses are being constructed. A prayer hall, playgrounds for children and a community hall are also in the plans. My colleagues in the IUML have certainly done better than us because we are just starting. So I hope that all my colleagues in the Congress Party who are part of our efforts will keep in mind that they have stiff competition and we must also build our houses very soon. പുതിയ വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാമെന്ന സന്തോഷത്തിലാണ് ദുരിതബാധിതർ. ഫർണിച്ചർ ഉൾപ്പെടെ മുഴുവൻ സൗകര്യങ്ങളോടും കൂടി വീട് കൈമാറിയ ലീഗിനോട് എല്ലാവർക്കും സ്നേഹം മാത്രം.